ഭഗവതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണ അമ്മേ അമ്മേ ഭദ്രേ ഭഗവതി. സംഗതി സീരിയസ് ആവാൻ പോവാ. സ്നേഹലതയെ ഞാൻ വിളിച്ചിറക്കും. വെളിച്ചപ്പാടന്റെ പിന്നിലുണ്ടാവുമെന്ന് ഉറപ്പാണോ? അവള് വരുന്നുറപ്പാണോ? ഉറപ്പാണോന്നോ? പണിക്കര് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും, എന്നിട്ട് രക്ഷിക്കാൻ പറയും. ഞാനും പണ്ട് ഒരുത്തിയെ ഇങ്ങനെ വിളിച്ചതാ. വിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു വെളിച്ചപ്പാടായത്. ആ ഗതി നിനക്കുണ്ടാവരുത്. നേരാവണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടേ, ഞാനും ഒരാണാ. അതൊക്കെ മോശല്ലേ? സംഗതി ഏകദേശം കെട്ടിയോ? ആ, കെട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടെ നിന്നോളണം. ഏറ്റു മോനെ, ഏറ്റു. ഞാൻ ഇപ്പോഴേ ഉറണോ? പറ. 10 പവൻ. ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ. സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ. നീ എൻ്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. വെട്ടിത്തരട്ടെ? വേണ്ടായിരുന്നു. ഞാൻ കാരണപ്പോ. നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു? ഭർത്താവിന്റെ അസുഖം വേഗം മാറും. എന്താ പോരെ? മരണം പലതവണ വരും. വന്നാലും വന്നപോലെ പോവും. എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നു. മൂത്ത മകന്റെ മേലെ ഒരു കണ്ണുണ്ടാവുന്നത് നന്ന്. ഭയപ്പെടണ്ട, ഞാൻ കാവലുണ്ട്. എന്താ പോരെ? ദക്ഷിണ വയ്ക്ക. ഇടിക്കുന്ന നല്ല നോട്ട് വയ്ക്ക. ഇനി 10ന്റെ ഉള്ളു. 10 10. അതും ഇതും ചോദിച്ചിനിപ്പോ കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ശംഭോ മഹാദേവ നാരായണ. ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യമൊന്നും അല്ല. എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തെന്നല്ലേ ഉള്ളൂ. ചേട്ടാ വെച്ച് നീട്ടിയപ്പോ അവൾ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? വേറെ ആരും അറിയോ കാണുവോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ? ഇല്ലമ്മേ. ആ, അത് മതി. അവൻ അല്ലെങ്കിലും നല്ലവനാ, എനിക്കറിയാം. അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ? 10 പവനെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് അന്തിച്ചു പോയി. പിന്നൊരു ധൈര്യത്തിനങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. സഹോദരനാവാൻ ഒരേ വയറ്റിന്ന് തന്നെ വീഴണമെന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഓ, എന്തിന്? 10 പവൻ കൃത്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അവൻ സഹോദര സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന. ഒരു കൈ വാങ്ങുന്നത് മറു കൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. എന്താ? ഭാഗീരഥിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു 17-18 വയസ്സ് പ്രായമുള്ളപ്പോ നമ്മുടെ ആ വാര്യത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം. ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു. ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. സഹോദര സ്നേഹമായിരുന്നു നമുക്കല്ലേ അറിയാറുന്നുള്ളൂ. ചിരിക്കല്ലടി. അവനിത് തന്നൂന്നും വെച്ച് ഇനി നീ ശൃംഗരിക്കാൻ വേലിക്കോട്ട് ചെന്നാ അരിഞ്ഞ് ഞാൻ തോട്ടിലെറിയും. അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്ക് ഒരു ഐശ്വര്യാണെന്ന് കരുതിയാ മതി.